Hi, welcome to Unapologetic with Chathuri Chandrageeta, where real beats the ideal. പേര് പറയുന്ന പോലെ തന്നെ ഇത്രയും റിയലായിട്ട് റോ ആയിട്ടുള്ള കുറച്ച് കോൺവെർസേഷൻസ് ഭയങ്കര ഓണസ്റ്റായിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുക, അതിനൊരു സ്പേസ് ഉണ്ടാവുക, അങ്ങനെയുള്ള കുറച്ച് ആഗ്രഹങ്ങളിൽ നിന്ന് തുടങ്ങിയിട്ടുള്ളതാണ് ഈ പോഡ്കാസ്റ്റ്. അതേ ആഗ്രഹത്തിൽ നിന്ന് തന്നെയാണ് നമ്മളിതിലേക്കുള്ള ഗസ്റ്റുകളെ ചൂസ് ചെയ്യുന്നതും കോൺവെർസേഷൻസ് ചൂസ് ചെയ്യുന്നതും. എത്രയും ഒത്തൻറ്റിക് ആയിട്ടുള്ള ഒരു സ്പേസിൽ നിന്നിട്ട് അത്രയും ഒതൻറ്റിക്കായിട്ട് ജീവിതങ്ങൾ ജീവിക്കുന്ന വ്യക്തിത്വങ്ങളെയും അവരുടെ ജീവിത പരിസരങ്ങളെയും അവരുടെ കഥകളെയൊക്കെയാണ് നമ്മൾ ഈ പോഡ്കാസ്റ്റിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. അങ്ങനെ തിരഞ്ഞെടുത്തിട്ടുള്ള കുറച്ച് ഗസ്റ്റുകളെ, കുറച്ച് ജീവിതങ്ങളെ, കുറച്ച് കഥകളെ കൊണ്ടുവരാനാണ് ഈ ഇടം ഉപയോഗിക്കാനും ശ്രമിക്കുന്നത്. ഭയങ്കര ഓണസ്റ്റും ഒത്തൻറ്റിക്കും ആയിട്ടുള്ള ഒരു ജീവിതം ജീവിക്കുന്ന ഒരു ഗസ്റ്റാണ് ഇന്നത്തെ എപ്പിസോഡിലും നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗസ്റ്റാണ്. നാഷണലി ആൻഡ് ഇൻ്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ഇൻഡിപെൻഡൻറ്റ് ഫിൽം മേക്കർ, ഡയറക്ടർ സുദേവൻ. ഡയറക്ടർ, റൈറ്റർ, സിനിമാറ്റോഗ്രാഫർ എന്നതിനേക്കാളൊക്കെ ഉപരി സുദേവൻ എന്ന വ്യക്തിയെ, അദ്ദേഹത്തിൻ്റെ ജീവിത വീക്ഷണങ്ങളെ അടയാളപ്പെടുത്താനുള്ള ഒരു എളിയ ശ്രമമാണ് ഈ കോൺവെർസേഷൻ. വെൽക്കം ടു ദ ഷോ സുദേവേട്ട. ഹായ്, വെൽക്കം ടു അൺഅപ്പോളജറ്റിക് വിത്ത് ചാധുരി ചന്ദ്രഗീത, where real beats the ideal. ഇന്ന് നമ്മുടെ കൂടെ റിയൽ കോൺവെർസേഷൻസ് ഹോൾഡ് ചെയ്യാനുള്ളത് ഡയറക്ടർ സുദേവേട്ടനാണ്. വെൽക്കം സുദേവേട്ട, വെൽക്കം ടു അൺഅപ്പോളജറ്റിക്. ഒത്തിരി സന്തോഷം സുദേവേട്ടന് ഈ കോൺവെർസേഷൻ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിലും നമ്മൾ ഒരുപാട് സംസാരിക്കുന്നതാണ്. പക്ഷേ ഞാൻ പറയും, ചില കോൺവെർസേഷൻസ് ചില ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അത് അടയാളപ്പെടുത്താതെ പോകുന്നല്ലോ എന്നൊരു വിഷമം തോന്നുന്നു പറയും. ചില കഥകൾ, ചില സ്ഥലങ്ങളൊക്കെ തോന്നുന്ന പോലെ ഞാൻ കോൺവെർസേഷൻസ് അങ്ങനെ അടയാളപ്പെടുത്താതെ പോകുന്നല്ലോ എന്ന് മിസ് ചെയ്തിരുന്ന ഒരാളാണ്. അപ്പോൾ സുദേവനോട് അല്ലാതെ സംസാരിക്കുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, ഈ കോൺവെർസേഷന് റീവിസിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, ഇത് മിസ്സായി പോവുമല്ലോ എന്ന്. അപ്പോൾ ആ ഒരു സന്തോഷം, ഇങ്ങനൊരു കോൺവെർസേഷൻ ഇത് അടയാളപ്പെടുത്തപ്പെടുന്നുണ്ട് എന്നുള്ളത് ഭയങ്കര സന്തോഷം. ഭയങ്കര റിയലായിട്ട് ഭയങ്കര ഒത്തൻറ്റിക് സ്പേസിൽ നിന്ന് അവരുടെ ആർട്ടിനെയും അവരുടെ ജീവിതത്തെയും ആകെ മൊത്തം വളരെ ഒത്തൻറ്റിസിറ്റിയോടെ ജീവിക്കുന്ന വളരെ ചുരുക്കം മനുഷ്യരെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ കണ്ടിട്ടുള്ള ആൾക്കാരിൽ ഒരാളാണ് സുദേവേട്ടൻ. അത് തന്നെയാണ് ഏറ്റവും അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതും. സുദേവേട്ടൻ എന്ന് പറയുന്ന ഡയറക്ടർ, സുദേവേട്ടൻ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് എല്ലാം ഉണ്ട്. അതിനേക്കാളൊക്കെ ഉപരി സുദേവേട്ടൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ ജീവിതത്തെ കാണുന്ന കാഴ്ചപ്പാട്, ആ ജീവിതത്തെ കൊണ്ട് നടക്കുന്ന രീതി, അതൊക്കെയാണ് എനിക്ക് ഏറ്റവും ഭയങ്കര ഇമ്പ്രസീവായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സ്പേസ് തന്നെയാണ് ഞാൻ ഓഡിയൻസിൻ്റെ അടുത്തും ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഡയറക്ടർ സുദേവേട്ടനാണ്, സുദേവൻ എന്നാണ് ഞാൻ സുദേവേട്ടൻ വിളിച്ച് ശീലിച്ചുകൊണ്ടത് അങ്ങനെയാണ് വരുന്നത്. ഡയറക്ടർ സുദേവൻ എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന, പൊതുവെ സിനിമ കാണുന്ന ആൾക്കാർ, സിനിമയെ വളരെ സീരിയസ് ആയിട്ട് കാണുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്ന ഒരുവിധം എല്ലാ മലയാളികൾക്കും അല്ലാത്ത ആൾക്കാർക്കൊക്കെ അറിയുന്ന ഒരാളാണ്. ഈ ഡയറക്ടർ സുദേവനിലേക്ക് എത്തുന്നതിന് മുന്നേ ഒരു ജേർണി ഉണ്ടല്ലോ. ഈ സംവിധായകനാവുന്ന സുദേവനെ ഷേപ്പ് ചെയ്തൊരു ജേർണി ഉണ്ടാവും. ആ കഥ കേൾക്കാൻ ഞാൻ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ട്. കാരണം എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ചെറുപ്പം തൊട്ടേ സിനിമ ഭ്രാന്ത് മൂത്ത് സിനിമ എടുക്കണം എന്ന് പറഞ്ഞിട്ട് നടന്ന ഒരാളൊന്നുമല്ല. ഇപ്പോഴും അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനേക്കാളും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ജീവിതത്തിൻ്റെ വേറെ രീതിയിലൊക്കെ കാണുന്നൊരു വ്യക്തിയാണെന്ന് എനിക്കറിയാം. അപ്പോൾ എങ്ങനെയാണ് സംവിധായകൻ എന്നുള്ള ചെയറിലേക്ക്, ആ റോളിലേക്ക് എത്തുന്നത്, അതിലേക്ക് എങ്ങനെയാണ് സുദേവൻ്റെ ജീവിതം ഒന്ന് ഷേപ്പ് ചെയ്തിട്ടുള്ളത്? ആ ഒരു യാത്ര ഏർലി ഏജ് ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ. ഒരിക്കലും അതൊരു കണക്ക് കൂട്ടിയിട്ടുള്ളൊരു യാത്രയോ ജീവിതമോ അല്ല ഇതുവരെ വന്നിട്ടുള്ളത്. പഠിക്കുമ്പോൾ മുതലേ അങ്ങനെയാണ്, ഇന്നതാവണം, ഇന്നതായിത്തീരണം, അങ്ങനെ ഒരു ഐഡിയയും ഇല്ലാതെ ഒരു ഒഴുക്കിൽ പോയിക്കൊണ്ടിരിക്കേണ്ടായിരുന്നു. അതിന് ഏറ്റവും സപ്പോർട്ടായിട്ടുണ്ടായിരുന്നത് വീട്ടിൽ നിന്ന് ഇപ്പോൾ അച്ഛനും അമ്മയൊക്കെയുള്ള അവരുടെ ഒരു പ്രകൃതം അല്ലെങ്കിൽ അവരുടെ ഒരു രീതി ഒന്നിനും നിർബന്ധിക്കുന്നില്ല. ഞാൻ പരീക്ഷ എഴുതിയാലും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ആ ഒരു വായിക്കാതിരിക്കാം, എന്തും ചെയ്യാം. അപ്പോൾ ആ ഒരു സ്പേസ് എനിക്ക്, ആ ഒരു ഇടം എനിക്ക് വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു കണക്കൂട്ടലില്ല, എന്താണ് രസം വെച്ചാൽ അത് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ വന്നിട്ട് പ്രീ ഡിഗ്രി ഒക്കെ പഠിക്കുന്ന സമയത്തൊക്കെ
കോളേജിലേക്ക് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അച്ഛൻ്റെയൊക്കെ വീട്ടുകാരുടെയൊക്കെ ഈ അധികാര പരിധിയുടെ പുറത്തേക്കാണ് കിടക്കുന്നത്. മറ്റേത് അച്ഛന് ഒരു ഷോപ്പുണ്ട്, വൈദ്യശാലയുണ്ട്, ഒരുവിധ അധ്യാപകരൊക്കെ അച്ഛനറിയാം. ഞാൻ സ്കൂളിൽ പോയാലും പോയില്ലൊക്കെ വേഗം അറിയും. ഇവരുടെ പിടുത്തമില്ലാത്തൊരു സ്ഥലത്തേക്കാണ് നമ്മൾ കോളേജിലേക്ക് ചെല്ലുമ്പോൾ വളരെ തുറന്ന ഒരു സ്ഥലത്തേക്ക് എത്തുന്നു. ഇഷ്ടംപോലെ സിനിമ തിയേറ്ററുണ്ട്. അപ്പോൾ സിനിമ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ സിനിമ കാണുന്നുണ്ട്. അപ്പോൾ അച്ഛൻ്റെ ഷോപ്പിന് ഓപ്പോസിറ്റ് സിനിമ തിയേറ്ററാണ്. ക്ലാസ്സിലിരുന്ന് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ മാറ്റിനിയുടെ വോയിസ് ഓവർ ഇങ്ങനെ കേൾക്കാം തിയേറ്ററിൽ നിന്ന്. അപ്പോൾ ക്ലാസ് വിട്ട് കഴിഞ്ഞാൽ നേരെ അച്ഛൻ്റെ ഷോപ്പിൽ ഇരുന്നിരുന്നാൽ അവസാനിച്ചിടത്തുനിന്ന് ബാക്കിയും കേൾക്കാം. അങ്ങനെ ഇരുന്ന് ഒരാഴ്ച മുഴുവൻ ഒരു സിനിമ തന്നെയാണ് നമ്മൾ സൗണ്ട് കേൾക്കുന്നത്. എന്നിട്ട് ശനിയാഴ്ച ശബ്ദരേഖ, എന്നിട്ട് ശനി ഞായറോ ഏതെങ്കിലും ഒരു ദിവസം സിനിമ പോയിട്ട് തിയേറ്ററിൽ പോയിട്ട് കാണുകയും ചെയ്യും മാറ്റിന്. ഈ കേട്ട സിനിമ തന്നെ. അപ്പോൾ അങ്ങനെയാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇതിനോടൊരു ഇഷ്ടമുണ്ട് മീഡിയത്തിനോട്. പക്ഷേ സിനിമ പിടിക്കാനൊന്നല്ല, എനിക്കിതിങ്ങനെ വലിയ രൂപങ്ങൾ കാണുക, അടി കാണുക, അതൊക്കെ തന്നെയാണ് എല്ലാവരെയും പോലെ. കോളേജിൽ പോയപ്പോഴും അത് തന്നെ തുടർന്നു. 2 കൊല്ലം ഫുള്ളായിട്ട് സിനിമ കണ്ട് നടന്നു. പരീക്ഷ എഴുതിയില്ല, ക്ലാസ് അറ്റൻഡൻസും ഇല്ല. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇവിടെ നിർത്തി ശരിയാവില്ല, ചെക്കൻ നശിച്ചു പോകും എന്നുള്ളതുകൊണ്ട് എന്നെ കയറ്റി വിടുകയാണ് ഡൽഹിക്ക്. അങ്ങനെ 19ാമത്തെ വയസ്സിലാണ് എന്നെ കയറ്റി വിടുന്നത്. അച്ഛൻ കയറ്റി വിട്ടതാണ്. ഡൽഹി യാത്ര അത് ആദ്യമായിട്ട് ഞാൻ ട്രെയിനിൽ കയറുന്നപ്പോഴാണ്, ഫസ്റ്റ് ട്രെയിനിൽ കയറണം. അതുവരെ ട്രെയിൻ പെരിങ്ങോട്. അങ്ങനെ ഡൽഹി നമ്മളെ അകമ്പുറം മറിച്ചൊരു സ്ഥലമാണ്. അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ധാരണകളെയും കടപുഴക്കുകയും എൻ്റെ നാട്ടിൽ നിന്ന് ഒരു ടൗണിലേക്ക്, കൂറ്റനാട് സെൻട്രലിലേക്കുള്ള വഴിയിനേക്കാൾ വീതി കൂടിയ അഴുക്ക് ചാലുകളാണ് ഡൽഹിയിൽ നമ്മൾ ആദ്യം ചെല്ലുമ്പോൾ കാണുന്നത്. അതിൻ്റെ കരയ്ക്ക് ആളുകൾ താമസിക്കുന്നുണ്ട് ടെൻ്റ് അടിച്ചിട്ടൊക്കെ. ഏത് വർഷമാണ് ഇത്? 95ഒക്കെയാണ്, 95. അവിടെ നിന്ന് ആണ് വായന കുറച്ചും കൂടി സീരിയസ് ആയിട്ട് തുടങ്ങുന്നത്. അപ്പോൾ അവിടെ ഒരു മലയാളി ഫാമിലി ഉണ്ട്. അപ്പോൾ നമ്മൾ ബാച്ചിലേഴ്സാണ്. അപ്പോൾ വായിക്കാനുള്ള പുസ്തകം ഞങ്ങൾക്ക് ജോലി ഇല്ലാത്ത സമയത്ത് വായിക്കാൻ അയാളുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ റാക്കുകളിൽ പഴയ മാതൃഭൂമി, കലാകൗമുദി അട്ടിട്ട് വെച്ചിട്ടുണ്ട്, പഴയ ലക്കങ്ങൾ. അപ്പോൾ അതാ ഓരോ അട്ടിയെടുത്ത് കൊണ്ടുവരും, ഓരോ മാസത്തെ. അത് മുഴുവൻ വായിച്ചു തീർന്ന് അവിടെ കൊണ്ടൊക്കെ അടുത്തട്ടി കൊണ്ടുവരും. അങ്ങനെ കോവിലിൻ്റെ തട്ടകം ഗണ്ടശ മാതൃഭൂമിയിൽ വന്നത് ഞാൻ തുടർച്ചയായിട്ട് വായിക്കുകയാണ്. ആ മാതൃഭൂമി വെയിറ്റിംഗ് വേണ്ട, നമുക്കിങ്ങനെ തുടർച്ചയായിട്ട്. അങ്ങനെ വായന ശക്തിപ്പെടുന്നു. ഡൽഹി മടുക്കുന്നു, തിരിച്ചു പോരും. എത്ര നാളുണ്ടായിരുന്നു? 1 കൊല്ലം. അപ്പോൾ അച്ഛനാണല്ലോ എന്നെ അങ്ങോട്ട് കയറ്റി വിട്ടത്. അപ്പോൾ അച്ഛന് ഞാൻ കത്തെഴുതി, എനിക്കിവിടെ മടുത്തു, എനിക്ക് തിരിച്ചു വരണം, എനിക്ക് നാട് മതി. എല്ലാ ദിവസവും നമ്മൾ കിടന്നുറങ്ങുമ്പോൾ പാടവും പുഴയും കുളങ്ങളൊക്കെ കാണാൻ തുടങ്ങി, സ്വപ്നം കാണാൻ തുടങ്ങി. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്ന്. അച്ഛൻ തന്നെ ഇയാളോട് പറയണം എന്ന് പറഞ്ഞു, ഇല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ബെരത്ത് പറയാതെ വരും. അപ്പോൾ അങ്ങനെ അപ്പോൾ ആ ഡൽഹി ചെന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഒരു കൗതുകം ഉണ്ടായിരുന്നു. അതായത് നമ്മൾ അത്രയും വലിയൊരു സിറ്റി ആദ്യമായിട്ട് കാണില്ലേ. അപ്പോൾ അവിടെ ആ സമയത്ത് ഡൽഹി ട്രാൻസ്പോർട്ട് സർവീസ് ബസ്സിൻ്റെ നമ്മൾ സെൻട്രലിൽ പോയി കഴിഞ്ഞാൽ, ഡിപ്പോയിൽ പോയി കഴിഞ്ഞാൽ അവിടെ 20 രൂപയുടെ ഒരു ടിക്കറ്റ് കിട്ടും. ആ ടിക്കറ്റ് വെച്ച് കഴിഞ്ഞാൽ ഈ ഡൽഹി ട്രാൻസ്പോർട്ട് സർവീസിൽ ഏത് ബസ്സിലും കയറാം. മറ്റേ വൺ ഡേ പാസ് പോലെ ഒരു ദിവസത്തേക്ക്. അങ്ങനെ ഒഴിവുള്ള സമയത്തൊക്കെ ഈ ബസ്സിൽ കയറിയിട്ട് ഡൽഹി മുഴുവൻ കറങ്ങി. അങ്ങനെ ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ പിന്നെ റിപ്പീറ്റായി, മടുത്തു തുടങ്ങി. അവിടെ വർക്ക് ചെയ്യാൻ പോയതാണ്. വർക്കുണ്ട്. അത് റൂമിലിരുന്നിട്ടാണ്. അതായത് ഈ റെയിൽവേ ഇലക്ട്രിഫിക്കേഷൻ വർക്കുകളാണ് നടന്നിരുന്നത്. അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ സിവിൽ എഞ്ചിനീയർ ചെയ്യണ പണിയാണത്. അപ്പോൾ ഇത് റെയിൽവേയുടെ ഈ വർക്ക് ഔദ്യോഗികമായിട്ട് കരാർ കൊടുക്കുന്ന 2 കമ്പനികൾക്കാണ്. റൈറ്റ്സും ഇർക്കോണും പറഞ്ഞ 2 കമ്പനി. ഈ 2 കമ്പനി സബ് കോൺട്രാക്റ്റ് കൊടുക്കും. ഇത് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലുള്ള ഒരാളുണ്ട്, അയാൾ സബ് കോൺട്രാക്റ്റ് എടുത്തിട്ട് ചെയ്യുന്ന ആ ഡ്രോയിങ് വർക്കുകളൊക്കെ റൂമിലിരുന്നിട്ട് ചെയ്യും. അപ്പോൾ ഇവർക്കൊക്കെ എല്ലാ സിവിൽ എഞ്ചിനീയർമാർക്ക് പൈസ കൊടുക്കാൻ അത്ര പൈസ ഇവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ എന്നെ കൊണ്ടുപോകുന്നത് ഞാൻ ചിത്രം വരയ്ക്കുമെന്നുള്ളതുകൊണ്ടാണ്. ഡ്രോയിങ് വർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ട്രാക്ക് അളന്നിട്ട് കണക്കുകൾ എടുത്തിട്ട് നോട്ട് ബുക്കുകൾ കൊടുക്കുന്നുണ്ടാവും. അത് വെച്ചിട്ട് വലിയ റോൾ പേപ്പറിൽ സ്റ്റെൻസിൽ വെച്ചിട്ട് വരച്ചുകൊണ്ടിരിക്കാം.
അപ്പോൾ ആദ്യത്തെ ഒരു മാസം വർക്കൊന്നും ഉണ്ടായിരുന്നില്ല. വർക്ക് ഫ്രം ഹോം അന്ന് ചെയ്തിരുന്ന ആളാണെന്നല്ലേ? അപ്പോൾ ഡൽഹി ടു ഗാസിയാബാദ് വർക്കാണ് ഞങ്ങളുള്ള സമയത്ത് അവിടെ ഇലക്ട്രിഫിക്കേഷൻ വർക്ക് നടന്നത്. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഇടയിലുള്ള സമയങ്ങളിലാണ് നമ്മളിങ്ങനെ പോകുക. ഇടയ്ക്ക് ഒരു മാസമൊക്കെ വെറുതെ ഇരിക്കേണ്ടി വരും. അപ്പോൾ ഷീട്ട് കളിച്ച് ഇങ്ങനെ ഞങ്ങൾ ഇരിക്കുന്നതല്ലേ. അങ്ങനെയൊക്കെയാണ് നേരങ്ങൾ. കുറച്ച് ചില്ലാണ്, റിലാക്സ് പരിപാടിയാണ്. പക്ഷേ ഇത് ഒരേ കാഴ്ചകൾ നമ്മളെ മടുപ്പിച്ചിരിക്കുന്നു. അപ്പോൾ തിരിച്ചു പോരണം. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ കത്തെഴുതി. അച്ഛൻ പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഇയാളോട് പറയാതെ ഞാൻ വണ്ടി കയറും. ഭീഷണിയാണ്. പിന്നെ 3 ദിവസം വീട്ടിലേക്ക് കത്ത് കിട്ടാൻ, അത് കഴിഞ്ഞ് ഇങ്ങോട്ട് റിപ്ലൈ വരാൻ 3 ദിവസം. 6ാമത്തെ ദിവസം ഇയാൾ ടിക്കറ്റായിട്ട് വന്നു, നാളെ കയറിക്കോ പറഞ്ഞു. അച്ഛൻ വീണു ഭീഷണിയിൽ അച്ഛൻ. പിന്നെ എനിക്ക് എന്താ പറയുക, ഇനി പെരിങ്ങോട് വിട്ടിട്ട് എവിടേക്കും പോവില്ല എന്ന് തീരുമാനിച്ചിട്ടാണ് വരുന്നത്. കാരണം എന്തുണ്ടെങ്കിലും നമ്മുടെ ഭാഷ സംസാരിക്കുന്ന, നമ്മളെ അറിയുന്ന നമ്മുടെ നാട്ടിൽ നിന്നിട്ട് ജീവിക്കാം. അത് വേറെ എന്ത് ജോലി ചെയ്താലും കുഴപ്പമില്ല, നാട് മതി എന്ന് തീരുമാനിച്ചിട്ട് ഞാൻ നാട്ടിലേക്ക് വണ്ടി കയറുന്നു. പിന്നെ ഈ നാട്ടിൽ തന്നെയാണ് ബോർഡ്, ബാനർ, അങ്ങനെയുള്ള പിന്നെ എഴുത്തുകൾ, ചിത്രം വരെയായിട്ട് ബന്ധപ്പെട്ട ജോലികൾ, പല ജോലികളും ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ വിടാതെ ഒപ്പം കൊണ്ട് നടക്കുന്നത് ഈ വായനയും സിനിമ ആണ് പ്രധാനമായിട്ട്. അപ്പോൾ തിരിച്ചു വന്ന് എനിക്ക് വീണ്ടും പ്രീ ഡിഗ്രി എഴുതിയെടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായി. അപ്പോൾ നമ്മുടെ അച്യുതാനന്ദൻ്റെ അച്ഛനാണ് അയൽവക്കത്തുള്ളത്. അച്യുതാനന്ദൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത് ചോദിച്ചു, നീ എന്തിനാണ് പഠിക്കാൻ വിചാരിക്കുന്നത് ചോദിച്ചു. ഞാൻ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വിദൂര വിദ്യാഭ്യാസ പദ്ധതി ഉണ്ടല്ലോ, ഡിഗ്രി, അങ്ങനെ ഡിഗ്രി എടുക്കാന്നുള്ള ഐഡിയയിലായിരുന്നു. അപ്പോൾ ആനന്ദൻ്റെ അച്ഛൻ ചോദിച്ചു, നീ എന്തിനാ ഡിഗ്രി എടുക്കുന്നത്, ജോലിക്കാണോ? അല്ല, ജോലി എനിക്ക് പറ്റും തോന്നുന്നില്ല, അതായത് ഒരു റൂമിലൊരു ഭാഗത്ത് ഇരിക്കാൻ എനിക്ക് പറ്റില്ല എന്നുള്ളത്. പിന്നെ എന്തിനാ ചോദിച്ചു, കുറച്ചും കൂടി നോളജാണ് ആവശ്യം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ പഠിക്കാൻ പോകണ്ട, ലൈബ്രറിക്ക് വിട്ടോളാൻ പറഞ്ഞു. പ്രാക്ടിക്കൽ. അന്ന് നമ്മൾ ലൈബ്രറി കയറി, സീരിയസ് ആയിട്ടുള്ള വായന തുടങ്ങും. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ തുടങ്ങും. വർഷങ്ങളോളം നമ്മൾ ലൈഫിനൊരു ചിട്ടയൊക്കെ കൊണ്ടുവരുന്നു. എന്നാലും ജോലി ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്തിരുന്നു. അങ്ങനെ ജോലി എടുത്തിട്ട് നമുക്ക് പറ്റുന്നില്ല. അതായത് എനിക്ക് ആഗ്രഹമുള്ളതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒരു 10-25 വയസ്സൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഭയങ്കര ഇറിറ്റേറ്റഡായി. അപ്പോൾ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും അനിയൻ എന്ന് പറഞ്ഞാൽ PSC കിട്ടി, ജോലി അനിയന് കിട്ടി. അപ്പോൾ അനിയൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോൾ ഞാൻ ജോലി നിർത്തി വീട്ടിലേക്ക് വരാൻ പോവാണ്, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ വീട്ടിലല്ല സുധേട്ടൻ, പുറത്താണ്, പാലക്കാടാണ് നിൽക്കുന്നത്. പാലക്കാട് പെരിങ്ങോട് തിരിച്ചു വരിക. പെരിങ്ങോട്ട് ഞാൻ വീട്ടിലേക്ക് വരാൻ പോവാണ്, അപ്പം നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്? അപ്പോൾ ഞാൻ ഏട്ടൻ അങ്ങോട്ട് പോന്നോളാൻ പറഞ്ഞു. വീട്ടിൽ വന്ന് അച്ഛൻ്റെ അടുത്ത് നമ്മുടെ അടുത്തും ഇതേ കാര്യം തന്നെ പറഞ്ഞു. അച്ഛനോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ വിചാരിക്കുന്ന മാതിരി എനിക്ക് പൈസ ഉണ്ടാക്കാൻ അറിയില്ല, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, അത് ആലോചിക്കാൻ എനിക്ക് സമയം വേണം, ഞാനിവിടെ വീട്ടിലിരിക്കാൻ പോവാണ്, ആലോചിക്കാൻ പോവാണ്. അപ്പം അച്ഛൻ പറഞ്ഞു, നിൻ്റെ അടുത്ത് പൈസ കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞു. ഓക്കെ. അമ്മയുടെ അടുത്ത് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, നിനക്ക് നീ ഇഷ്ടമുള്ളത് ചെയ്താൽ മതി പറഞ്ഞു. വീട്ടിലിരിക്കുന്നു, നമ്മൾ കൃത്യം രാവിലെ 6 മണിക്ക് എണീക്കുന്നു. ഞാൻ ഒരു ചിട്ട ഉണ്ടാക്കി, എന്തൊക്കെയാണ് എൻ്റെ താല്പര്യങ്ങൾ, ഇഷ്ടങ്ങൾ, അത് നമ്മളൊരു നോട്ട് പുസ്തകത്തിൽ എഴുതുമ്പോൾ ആകെ 4 താല്പര്യങ്ങളേ ഉള്ളൂ. ഒന്ന് ചിത്രം വരയ്ക്കണം, സിനിമ കാണണം, പുസ്തകം വായിക്കണം, യാത്ര ചെയ്യണം. ഇത് ബന്ധമില്ലാത്ത ഒരു പരിപാടിക്കും പെരുങ്ങോടുന്ന പുറത്താകില്ല എന്ന് തീരുമാനിച്ചിട്ട് വീട്ടിലിരിക്കുന്നു. രാവിലെ 6 മണിക്ക് എണീറ്റിട്ട് പെരുങ്ങോട് സെൻട്രലിൽ ഒരു ചായക്കടയിൽ നടത്തവും ഒക്കെ കൂടി വ്യായാമമാണ്. രാവിലെ നടക്കാൻ പോകും, ചായക്കടയിൽ നിന്നിരുന്ന് 3 പേപ്പർ വായിക്കും. അവിടെ ദേശാഭിമാനിയും മാതൃഭൂമിയും മലയാള മനോരമയും വരും. ആ 3 പേപ്പർ അവിടെ ഇരുന്ന് വായിച്ച് തിരിച്ചു വരുന്നു. വീട്ടിലെത്തി കഴിഞ്ഞാൽ കുളിച്ച് ഫ്രഷായിട്ട് ഈ ചിത്രം വര പഠിക്കാൻ എനിക്ക് ഫൈൻ ആർട്സിലൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫൈൻ ആർട്സിലെ കുട്ടികൾ പഠിക്കുന്ന ടെക്സ്റ്റുകളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് വീട്ടിലിരുന്നിട്ട് ഞാൻ വിക്ടർ പെറാഡിൻ്റെ അനാട്ടമി ഓഫ് ഡ്രോയിങ് പറഞ്ഞിട്ടുള്ള ബുക്കുണ്ട്, അത് വെച്ച് അനാട്ടമി വെച്ച് ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്തു. 12 മണി വരെ 1 മണി വരെയൊക്കെ ഇരുന്ന് വരയ്ക്കും. അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കും. 2 മണി മുതൽ വായിക്കും, പുസ്തകം വായിക്കാൻ വായനശാലയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടാവും. 4 മണി വരെ പുസ്തകം വായിക്കും. 4 മണി കഴിഞ്ഞാൽ വീണ്ടും വായനശാലയ്ക്ക് പോകും. വായനശാലയിൽ ഇരുന്ന് ഒരു പുസ്തകം വായിക്കും. ഈവനിങ് 6 to 7 മണി വരെ ഗ്രൗണ്ടിൽ കുട്ടികൾ കളിക്കുന്നു. ഒരു എൻ്റർടൈൻമെൻറ്റ് ടൈം അതാണ്, 1 മണിക്കൂറാണ്. വെറുതെ ഇരിക്കും. അത് കഴിഞ്ഞ് അങ്ങനെ ആ വെറുതെ ഇരിപ്പിന്
നമുക്ക് അത്യാവശ്യം പഴി കേട്ടിട്ടുണ്ട് കേട്ടോ. അതായത് മറ്റൊരു പറയാം, അവരുടെ അടുത്ത് ചോദിച്ചാൽ മതി ഈ സമയത്ത് കരിപ്പൂരിൽ നിന്ന് വിമാനം വരുന്നുണ്ടോ എന്നുള്ള. ഡെയിലി അങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ എനിക്കിത് കേട്ടിട്ട് കൊതിയായിട്ട് പാടില്ല. എനിക്ക് തോന്നുന്നു ഇത് കേൾക്കുന്ന ഒരു യങ്സ്റ്റേഴ്സ് ഇങ്ങനൊരു ജീവിതം ജീവിക്കാൻ ആക്ച്വലി ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ ഈ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണല്ലോ സുധേവേട്ടൻ ആ സമയം എടുക്കുന്നത്, എന്ത് ചെയ്യണം എന്നുള്ളൊരു. അവിടെ നമ്മൾ കട്ട് ചെയ്യുന്നത് ഒരു 25 വയസ്സുള്ള ഒരാളുടെ പുറത്തുനിന്നുള്ള എല്ലാ നോയ്സും കട്ട് ചെയ്തു, സാധനങ്ങൾ മുഴുവൻ കട്ട് ചെയ്തിട്ട് നിൽക്കണം. അതാ ഞാൻ പറഞ്ഞു, ഈ പ്രോഗ്രാമിന്റെ പേരാണ് അൺഅപ്പോളജറ്റിക്. അപ്പം ഞാൻ ഇത് കേൾക്കുമ്പോൾ ഇത്രയും അൺഅപ്പോളജറ്റിക് ആയിട്ട് ജീവിക്കുകയാണ്, എനിക്ക് ഇതാണ് ചെയ്യാനിഷ്ടം, ഞാനിത് മാത്രമേ ചെയ്യുള്ളൂ, ഞാൻ വീട്ടിൽ വെറുതെ. അത് നമ്മുടെ നാട്ടിലൊക്കെ 20-22 വയസ്സ് കഴിഞ്ഞ ആൺകുട്ടികൾ വേലെടുത്ത് കൊണ്ടുവന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ നേരിടുന്ന കുറേ സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ സുധേവേട്ടൻ കേട്ടിട്ടുണ്ടാവും ഉറപ്പായിട്ടും. ഈ പറഞ്ഞ പോലെ വിമാനത്തിൻ്റെ സമയം, പക്ഷേ ആ ഒരു സമയം എടുക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ബാക്കിയുള്ള നിങ്ങളുടെ സ്റ്റോറി കേൾക്കുമ്പോൾ അറിയാൻ പറ്റും ആ സമയം എത്ര കോൺട്രിബ്യൂട്ട് ചെയ്തു. ഇത് ആണ് 2 കാര്യങ്ങളുണ്ട് ആ തീരുമാനത്തിന് പറയുന്നത്. ഒന്ന്, ആദ്യമൊക്കെ എനിക്ക് ആദ്യത്തെ കുറച്ച് ദിവസങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇറിറ്റേറ്റഡ് ആവുന്നു, ബന്ധുക്കൾ മറ്റാളുകൾ എല്ലാവരും പ്രഷർ വരുമല്ലോ, പ്രഷർ വയ്ക്കും. എല്ലാ ദിവസവും വന്ന് ചോദിക്കും ഇന്ന് പണിക്കൊന്നും പോകുന്നില്ല. അത് നമ്മുടെ ഒരു റിലേറ്റീവ് ആണ്. അപ്പം ഞാൻ ഒരു ദിവസം അവരോട് വരാൻ പറഞ്ഞിരുന്നു. അടുത്ത 2-3 കൊല്ലത്തേക്ക് ഞാൻ എവിടേക്കും പോയില്ല, ഇവിടെ ഉണ്ടാവും, അതുകൊണ്ട് എല്ലാ ദിവസവും വന്ന് ചോദിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ആ ചോദ്യം നിന്നു. ഇപ്പം ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട്. പിന്നെ ഞാൻ ഇറങ്ങിപ്പോകുന്നു. ആദ്യമൊക്കെ കേട്ടോ, ഇരിപ്പിൻ്റെ തൊട്ട് മുമ്പുള്ള പീരീഡ് ഭയങ്കര ഫ്രസ്ട്രേഷനായിരുന്നു, ഇരിക്കാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് വരെ. അപ്പോൾ ഞാൻ വീട്ടിൽ ദേഷ്യപ്പെടും, ചേച്ചിയുടെ അടുത്ത് ദേഷ്യപ്പെടും. ഞാൻ ഇറങ്ങിപ്പോണു. ഞാനൊരു ചെറിയ അമ്മയുടെ അനിയത്തിയുടെ വീട്ടിൽ പോകും, വീട്ടിൽ നിന്ന് ഇറങ്ങി അവിടെ പോകും. പിന്നെ അങ്ങനെ പിന്നെ നോക്കുമ്പോൾ ചേച്ചീനെ കുറിച്ച് ആലോചിച്ചപ്പോൾ ചേച്ചി വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. ചർക്ക ഖാദി നൂൽപ്പൊക്കെ ഉണ്ട്. അപ്പോൾ വീട്ടിൽ തന്നെ മെഷീനൊക്കെ വെച്ചിട്ട് ചെയ്യണം. ചേച്ചി എവിടെ പോകുന്നതാണ്, എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ചേച്ചി എവിടെയും പോകുന്നില്ലല്ലോ. ചേച്ചി വീട്ടിൽ ഈ റൂമിലും ഈ വീട്ടിലും ഇത് കവർ ചെയ്ത് പോകുന്നുണ്ട്, എല്ലാം ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പം അതെന്തുകൊണ്ട് എനിക്കും പ്രാക്ടീസ് ചെയ്തുകൂടാ എന്ന് ഞാൻ വിചാരിക്കുകയും ഞാനും വീട്ടിലിരുന്നിട്ട് എല്ലാം നേരിടാൻ, ഏത് ചോദ്യത്തിനും ഫേസ് ചെയ്യും. പൊതുവെ സ്ത്രീകൾ ഇത് നിന്ന് നേരിടുന്ന ആൾക്കാരാണ്. അപ്പം അതിൽ നിന്ന് ഞാനത് കടം കൊണ്ടു എന്നിട്ട് ഞാനും നേരിടാൻ പഠിക്കുകയാണ്. ആര് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചോദിച്ചാലും ഉത്തരവുണ്ട്, ക്ലാരിറ്റി ഉണ്ട്. അങ്ങനെ ഒരു 3 കൊല്ലം കൃത്യം പാക്കഡായിട്ട് ഇതേ റുട്ടീനിൽ പോയി 3 കൊല്ലം വീട്ടില്. അത് 2000 അച്ഛനും അവരും കുറെ കവർ ചെയ്തിട്ടുണ്ടാവില്ലേ, അവര് നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണത്. ശരിക്കും ഭയങ്കര 2000 മുതൽ 2003 വരെ ആ വായനശാലയിൽ. അപ്പോഴും നമ്മൾ സിനിമ എടുക്കണം എന്ന് വിചാരിച്ചിട്ടൊന്നുമില്ല, പക്ഷെ സിനിമ ആഗ്രഹമുണ്ട്, തിരക്കഥ എഴുതിയിട്ടുണ്ട്. ഈ 2000-ന് തൊട്ട് മുമ്പ് വരെ നമ്മൾ അതിൻ്റെ പുറകെ കുറച്ച് നടക്കുകയും ചെയ്തിട്ടുണ്ട്. ആ കാലമാണ് ഏറ്റവും സ്ട്രെസ്സുള്ള സമയം ഉണ്ടായിരുന്നത്. അതിൽ നിന്നുള്ള ഒരു അടയിരിക്കലായിരുന്നു ഈ 2-3 കൊല്ലം ഉണ്ടായിരുന്നത്. അപ്പോൾ വായനശാലയിൽ വരുന്ന ആളുകൾ അവിടെ നിന്നൊരു സ്വാഭാവികമായിട്ടൊരു ഗ്രൂപ്പ് ഫോം ആവുന്നു. അപ്പോൾ നമുക്ക് വലിയ സിനിമ എന്ന് പറയുന്ന സംഭവം അത് അവിടെ നടക്കുന്നതാണ്. ചെന്നൈ, അല്ലെ കോടമ്പാക്കം, എറണാകുളം, അത് ലക്ഷ്യം വെക്കേണ്ടതില്ല. നമുക്ക് നമ്മൾ ജീവിച്ചിരുന്ന കാലത്തിനെയും സമയത്തിനെയും പ്രായത്തിനെയും നമുക്ക് കഴിയാവുന്ന രീതിയിൽ അടയാളപ്പെടുത്തി വെക്കാമെന്നാണ് ആ വായനശാല ഗ്രൂപ്പിൽ നിന്ന് ഉണ്ടാകുന്നൊരു തോട്ടിൽ നിന്നാണ് ആദ്യത്തെ സിനിമ വരുന്നത്. അത് എൻ്റെ നാടിനെയും എൻ്റെ നാട്ടിലെ ഇടവഴികളെയും നമ്മൾ ഒരു ഹാൻഡി ക്യാമറ എടുത്തിട്ട് ഷൂട്ട് ചെയ്യുന്നു. അത് 2004-ലാണ്. അതാണ് ആദ്യത്തെ വർക്കായിട്ട് വരുന്നത്. വരും. പിന്നെ അത് കഴിഞ്ഞ് അപ്പോഴും നമുക്കിത് എവിടെ കൊടുക്കണമെന്നോ അല്ലെങ്കിൽ ഇത് എവിടെയെങ്കിലും കാണിക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ഇല്ല. നമ്മൾ ചെയ്യണത് ഒരു CD-യിൽ പ്രിൻ്റ് അടിച്ചിട്ട് അതിൻ്റെ മീതെ പേന കൊണ്ട് വരൂ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്നാണ് അതിൻ്റെ പേര്. ഇത് അടുത്ത വീടുള്ള ആളുകൾ, ഈ TV VCR ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ ചോദിക്കുന്നവർക്കൊക്കെ കൊടുക്കും. എന്നിട്ട് നാട്ടിൻപുറത്ത് എല്ലാവരും ഇങ്ങനെ കണ്ടു തുടങ്ങി. അങ്ങനെ പിന്നെ കശ്മീർ കൊല്ലത്തോളം അങ്ങനെ കണ്ടു കിടക്കേണ്ടി വരും. ചോദിക്കുന്നവർക്കൊക്കെ കൊടുക്കും. അപ്പോൾ അവർ പറയും ഇതെന്താ സാധനം, സിനിമയല്ല, സീരിയലുമല്ല. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഉണ്ട് ചെനിയും തന്നോളൂ, ഞങ്ങൾ കാണാം. അവർക്ക് അതിൻ്റെ പേരൊന്നും അറിയില്ലോ. അങ്ങനെയാണ് കോഴിക്കോട് ഒരു ഫെസ്റ്റിവൽ പത്രത്തിൽ വരുന്നാല എന്ന് പറഞ്ഞിട്ട്. അവിടെ ഇങ്ങനത്തെ സിനിമകൾ കളിക്കുന്നുണ്ട്. ഫോൺ നമ്പറുണ്ട്. അപ്പോൾ നമ്മൾ ഫോൺ വിളിച്ച് ചോദിച്ചു നോക്കും. അവർ എൻട്രി ഫീസും ഉണ്ട്. അപ്പോൾ ഈ എൻട്രി ഫീസ് കൊടുത്ത് ഞാൻ പൈസ പോയി കിട്ടില്ലേ, നമ്മൾ
എന്നിട്ട് കളിക്കും ചെയ്തിട്ടില്ലെങ്കിലോ, അപ്പോൾ നമ്മൾ 2-3 പ്രാവശ്യം വിളിച്ച് ഉറപ്പ് വരുത്തി ഇത് പ്രദർശിപ്പിക്കുമോ എന്ന് ചോദിക്കും. അപ്പോൾ അവർ ഞങ്ങളെല്ലാം കാണിക്കുന്നു പറഞ്ഞു. അങ്ങനെ നമ്മളിത് അവർക്ക് അയച്ചു കൊടുക്കണം. അവിടെ അത് വലിയ സ്ക്രീനിൽ നമ്മൾ ആദ്യമായിട്ട് കാണുന്നു, വലിയ സ്ക്രീനിൽ. അവിടെ നിന്ന് നമ്മുടെ മധു ജനാർദ്ദനാണ് നമ്മളതിനെ സയൻസിൻ്റെ അപേക്ഷാ ഫോം എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തരുന്നത്. നിങ്ങളിത് സയൻസിലേക്ക് അയച്ചു തരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ട് നമ്മൾ ഫെഡറേഷൻ്റെ ഫിലിം ഫെസ്റ്റിവൽ തിരുവനന്തപുരത്തേക്ക് വരുന്നു. തിരുവനന്തപുരത്ത് വന്ന് 2005 ഫെഡറേഷൻ്റെ ഫെസ്റ്റിവലിൽ ആകെ സെലക്ട് ചെയ്തിട്ടുള്ള 8 മലയാള ഷോർട്ട് ഫിലിം വെച്ചിൽ ഒന്ന് ഇതാണ്. അത് ഓൾ ഇന്ത്യ ഷോർട്ട് ഫിലിം കോമ്പറ്റീഷനാണ്. അപ്പോൾ ചെന്നപ്പോൾ കംപ്ലീറ്റ് താടിക്കാരാണ്. കംപ്ലീറ്റ് സി എസ് മാത്രമേ താടിയില്ലതുള്ളൂ. മോനേട്ടനുണ്ട്, ആദ്യത്തെ ആ സമയത്ത് അക്കാഡമി ചേർന്ന് മോനേട്ടൻ, പിന്നെ കുറേ താടിക്കാരുണ്ട്, VK ജോസഫ്, അങ്ങനെ. ഇടയ്ക്ക് മധുട്ട വന്നിട്ട് പറഞ്ഞു ഉച്ചയ്ക്ക് ശേഷം 4 മണിക്ക് ഓപ്പൺ ഫോറം ഉണ്ട് പറഞ്ഞു. അതെന്താ സംഭവം? അല്ല, ഈ ഡയറക്ടേഴ്സൊക്കെ ഇരുന്നിട്ട് ഓഡിയൻസായിട്ട് സംസാരിക്കണം. അപ്പം ഞങ്ങളുടെ സിനിമ 11:30-ക്കാണ് ഷോ കഴിഞ്ഞതും ആനന്ദനും അശോകേട്ടനും ഞാനും 3 ആളാണ്. ആരോടും ഉണ്ടാവാതെ ഞങ്ങൾ അടുത്ത ട്രെയിനിൽ കയറി തിരിച്ചു വന്നു. ഇല്ല, അവിടെ കയറി ഇരിക്കണ്ടേ, എന്താ പറയാന്ന് ഒരു ഐഡിയ ഇല്ല. ഇതൊക്കെ താടിക്കാരുമാണ് തന്നെ. അപ്പോൾ നമുക്ക് ഷോ കഴിഞ്ഞാൽ ആരോടും ഉണ്ടാവാതെ ഞങ്ങൾ അവിടെ നിന്ന് വേഗം രക്ഷപ്പെട്ട് പെരുമാറ്റേക്ക് പോകും. അങ്ങനെയാണ് ആദ്യത്തെ ഒരു അനുഭവം. പക്ഷെ അത് കഴിഞ്ഞ് അപ്പോഴും നമുക്ക് ഇനി സിനിമ എടുക്കണമെന്നോ നമ്മൾ വിചാരിക്കുന്നില്ല. ഇതുപോലെ അരമണിക്കൂറിൻ്റെ ഉള്ളിൽ തീരാവുന്ന വേറൊരു വർക്ക്. അപ്പോൾ ക്യാമറ നല്ലത് വേണമെന്നുള്ളതുകൊണ്ട് നാട്ടിൽ കല്യാണമൊക്കെ പിടിക്കുന്ന ഒരാളുടെ കയ്യിൽ വലിയ ക്യാമറയുണ്ട്. അപ്പോൾ ഈ ക്യാമറേൻ്റെ ടെക്നിക്കൽ പരിപാടിയൊക്കെ സുധീരൻ പഠിച്ചായിരുന്നോ, അതോ? ഇല്ല, ആദ്യത്തെ സാധനം നമ്മൾ നാട്ടിൻപുറത്ത് 2-3 മാസം അലഞ്ഞ് നടന്ന് ഹാൻഡി ക്യാമറ ഉള്ള വീടുകൾ ചോദിച്ച് പല വീടുകളിൽ ആരുടെ അടുത്താണ് ഹാൻഡി ക്യാമറ ഉള്ളത് അതെന്ന് അന്വേഷിച്ചിട്ട് ഒരു മെഡിക്കൽ ഷോപ്പ് ഉള്ള ഒരാളുണ്ട്. അയാൾ പറഞ്ഞു അയാളുടെ വല്യമ്മയുടെ മകളുടെ അടുത്ത് സാധനം കണ്ടിട്ടുണ്ട് പറഞ്ഞു. വല്യമ്മയുടെ മകളുടെ അടുത്ത്? ഓ. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന്, അവർ ഗൾഫിലാണ്, അവരുടെ മകള് ഇവിടെ പഠിക്കുന്നുണ്ട്. ഈ ക്യാമറയുടെ ഓണർ ഗൾഫിലാണ്, പക്ഷേ അതിൻ്റെ മകൾ ഇവിടെയുണ്ട്. അപ്പോൾ ഈ കുട്ടി കുറ്റിപ്പുറത്ത് ഒരു കോളേജിൽ പഠിക്കുകയാണ്. അപ്പോൾ ആ കുട്ടി ഉള്ള ദിവസം വരാമെന്ന് പറഞ്ഞിട്ട് ശനിയാഴ്ച ഞായറാഴ്ചയിട്ട് വരും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പെണ്ണ് കാണാൻ പോണ പോലെ ക്യാമറ കാണാൻ വേണ്ടി പോയി. എന്നിട്ട് അവിടെ ആ വീട്ടിൽ ചെന്ന് ഇരിക്കുമ്പോൾ പെൺകുട്ടി വന്നു, എന്നിട്ട് മുമ്പിൽ വന്ന് നിന്നു. അവരുടെ അമ്മൂമ്മയുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇരിക്കണ്ടേ, അപ്പോൾ അവർ പറഞ്ഞു അല്ല ഞങ്ങൾ ക്യാമറ കാണാൻ വന്നാണ്. അവരകത്തേക്ക് പോയിട്ട് ക്യാമറ എടുത്ത് തന്നു, ഹാൻഡി ക്യാമറ പറഞ്ഞു. 2004 കാലം. 2004 ഈ സാധനം അവിടെ അത്രയും ആളുകളുടെ അടുത്ത് ഇല്ല സാധനം. അപ്പം എന്നിട്ട് ആ സാധനം എടുത്തിട്ട് ഞങ്ങൾ പുറത്തു നിന്നിട്ട് ഞാൻ ഇത് നോക്കി, ക്യാമറ തുറന്നു, അതിലെഴുതിയതൊക്കെ. ഇതിൻ്റെ ഒരു പുസ്തകം കിട്ടില്ല, അതും കൂടി കൈവച്ചോളാം. എന്നിട്ട് അതൊക്കെ നോക്കിയിട്ട് നമ്മളിത് ഓണാക്കി. അപ്പോൾ ഈ ക്യാമറ തരില്ല, അവർ തരില്ല, നമുക്ക് തരില്ല. അപ്പോൾ പറഞ്ഞു നിങ്ങളും കൂടി വന്നോളാൻ പറഞ്ഞു, ക്യാമറയായിട്ട് നിങ്ങൾ വന്നാൽ മതി. അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു വരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് വരുവിൻ്റെ ക്യാമറ ഒരു ലേഡി ആയത്. ഓ, അപ്പോൾ ഇവർ വരും, അവർ ക്യാമറയായിട്ട് വരും. ഒരു സ്റ്റാൻഡ് ഞങ്ങൾ സ്റ്റുഡിയോയിൽ പോയിട്ട്, അവിടെ പെരുങ്ങോടുള്ള ഒരു സ്റ്റുഡിയോ പോയിട്ട് ട്രൈപ്പോഡ് വേണം പറഞ്ഞു. അപ്പോൾ അവിടെയുള്ള ട്രൈപ്പോഡൊക്കെ അവർ ഉപയോഗിക്കുന്നതാണ്. അവർ പറഞ്ഞാൽ ആ സോഫയുടെ അടിയിൽ ഒരു സാധനം കിടക്കേണ്ടി പറഞ്ഞു. സോഫയുടെ അടിയിൽ തിരഞ്ഞെടുക്കുമ്പോൾ അപ്പോൾ അതിനെന്തോ ചെറിയ കേടുണ്ട് പറഞ്ഞു. എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ ആ സാധനമൊക്കെ റെഡിയാക്കി അതിൽ എണ്ണയൊക്കെ ഇട്ടിട്ട് ഒക്കെ തുടച്ച് വൃത്തിയാക്കി ചെറിയൊരു ഇളക്കമുണ്ട്. ആ സാധനം ക്യാമറമാൻ്റെ അടുത്ത് പറഞ്ഞ ഇളക്കമുണ്ട്, അതിന് നോക്കിയിട്ട് ചെയ്യണം പറഞ്ഞു. എന്നിട്ടാണ് നമ്മളത് അവർക്കും ക്യാമറ വേണമെന്നല്ല, അവർ ഓണാക്കും. അപ്പോൾ ഞാൻ ഇത് ഫ്രെയിം നോക്കും, കുറച്ച് സൂം ചെയ്യാൻ പറയാം, കുറച്ച് ഇതാക്കാൻ പറയാം. അങ്ങനെ ഞാനത് പറഞ്ഞതിനനുസരിച്ചിട്ട് അവരെ ഫ്രെയിം സെറ്റ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്തെടുത്തതാണ് ആദ്യത്തെ വർക്ക്. അപ്പോൾ രണ്ടാമത്തേന് കുറച്ചുകൂടി ബെറ്റർ ക്യാമറ വേണം എന്ന് തോന്നിയിട്ട് ഇതേ സ്റ്റുഡിയോക്കാരൻ്റെ അടുത്ത് തന്നെ ചെന്നിട്ട് നമ്മൾ ചോദിച്ചു. അപ്പോൾ അയാളാണെന്ന് വെച്ചാൽ സിനിമയ്ക്ക് അസോസിയേറ്റായിട്ടും അസിസ്റ്റൻ്റായിട്ടൊക്കെ പോകുന്ന ആളാണ്. മറ്റേ സുന്ദർദാസിൻ്റെ ഒക്കെ ഇതിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇയാളുടെ അടുത്ത് ചെന്ന് ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു, കഥ കേട്ടപ്പോൾ പുള്ളി പറഞ്ഞു മൂപ്പര് വരാം, 3 ദിവസം കൊണ്ട് ചെയ്യാം, നമുക്ക് സൺലൈറ്റ് കട്ട് ചെയ്തിട്ടേ നമുക്ക് ലൈറ്റ് വെക്കാം. അങ്ങനെ കുറേ സാങ്കേതികമായിട്ട് കുറേ സംഭവങ്ങളൊക്കെ പറഞ്ഞു. ഒരു 10 രൂപയായിട്ട് പോകുന്നതാണ് പറഞ്ഞു. 10,000 3 ദിവസം അല്ല, ക്യാമറ ലൈറ്റ് അയാളൊക്കെ കൂടി വരും. അപ്പം ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞു എൻ്റെ അടുത്ത് ആകെ 10,000 രൂപയുള്ളൂ പറഞ്ഞു. അത് മുഴുവൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ പിന്നെ ഞാനിത് എങ്ങനെ മുഴുവനാക്കും. അങ്ങനെ ഞാൻ തിരിച്ചു വന്നിട്ട് വീണ്ടും ഹാൻഡി ക്യാമറ അന്വേഷണം തുടങ്ങുന്നു.
അപ്പോൾ നമ്മുടെ വേറൊരു സുഹൃത്ത് ഗൾഫിൽ നിന്ന് വരുന്ന ആൾ ഒരു ഹാൻഡ് ക്യാമറ വാങ്ങിച്ചിട്ടുണ്ട്, അയാൾ അതുകൊണ്ട് വരുന്നുണ്ട്. അയാൾ വന്നപ്പോൾ അയാളുടെ അടുത്ത് നിന്ന് ക്യാമറയുടെ ഹാൻഡ് ബുക്ക് അടക്കം വാങ്ങി. ഒരു മാസം ഞാൻ വീട്ടിൽ ഈ സാധനം ഓടിച്ച് പറമ്പിൽ ഷൂട്ടിങ് തുടങ്ങി, പഠിക്കൽ. ഇതിൻ്റെ മാനുവൽ നോക്കിയിട്ട് പഠിച്ച് എന്നിട്ടാണ് ഞാൻ തന്നെ ക്യാമറ ചെയ്തിട്ടാണ് രണ്ടാമത്തെ വർക്ക് വരുന്നത്. അതിനാണ് ഈ ആദ്യത്തെ സ്റ്റേറ്റ് അവാർഡും 8ഓളം അവാർഡുകൾ കിട്ടിയിട്ടുള്ള വർക്കാണത്. പ്ലാനിങ്. അതെ, പ്ലാനിങ് ഒരു ഗംഭീര വർക്കാണ്. എനിക്കൊന്ന് ഞാൻ ആദ്യം കാണുന്നത് പ്ലാനിങ് ആണ്. ഒരുവിധ ആളുകളൊക്കെ ആദ്യം പ്ലാനിങ് കണ്ട, പിന്നെയാണ് ബാക്കി സിനിമകളൊക്കെ പോയി കണ്ടിട്ടുള്ളത്. അത് ഞാനത് ഷോർട്ട് ഫിലിം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ സിനിമ പിടിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, നമുക്ക് നമ്മുടെ ഇടത്തിൽ നിന്ന് സാധ്യമാവുന്ന ചെയ്യുക എന്നുള്ള ആ ഒരു ഐഡിയയിലേക്ക് വരുന്നത് ശരിക്കും വെച്ചാൽ അതിലേക്ക് എന്നെ നയിച്ചത് ശരിക്കും വെച്ചാൽ ലോഹിദാസ് സാറാണ്. അതായത് അപ്പോൾ അദ്ദേഹം നമ്മുടെ അനിയത്തിയുടെ വീട് പത്തിരിപ്പാല, അതിന് തൊട്ടടുത്ത് അകലൂർ പറയുന്ന സ്ഥലത്ത് ലോഹിദാസ് സാറിൻ്റെ വീടുണ്ട്. അപ്പോൾ ഈ മനുഷ്യനെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ ഒരു സുഹൃത്തുണ്ട് ബിജു എന്ന് പറയും. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി നോക്കും, എപ്പോഴും വാതിൽ അടഞ്ഞിറക്കുന്നുണ്ടാവും. അങ്ങനെ ഇയാൾ അതായത് ഒരു 6 കിലോമീറ്റർ 7 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ അവൻ്റെ ബൈക്കിൽ കയറിയിട്ടാണ് പോവുക. എപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ ഇത് അടഞ്ഞിറക്കാം. അപ്പോൾ അങ്ങനെ അവരെ ചോദിച്ചപ്പോൾ പറഞ്ഞു ആ പത്തിരിപ്പാലുള്ളൊരു യൂണിയൻകാരനുണ്ട്, പുള്ളിയാണിത് നോക്കുന്നത്. അയാളുടെ പേര് ചോദിച്ചു, പേര് പറഞ്ഞു. ഞങ്ങൾ യൂണിയൻ ഓഫീസിൽ അവിടെ പോയിട്ട് അയാളെ പരിചയപ്പെട്ടു. പിന്നെ ഡെയിലി അയാളെ എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരം അയാളെ കാണും, ചായ വാങ്ങിക്കും, ചായ കൊടുക്കും, സിഗരറ്റ് വാങ്ങിച്ചു കൊടുക്കും. ഇയാൾക്ക് ഇതിന്റെ പിന്നിലുള്ള ഇന്റൻഷൻ അറിയാവോ? അതറിയില്ല, എന്തിനാ ചായ കിട്ടുന്നത് അയാൾക്ക് അറിയില്ല. അതിലായിട്ട് പരിചയപ്പെട്ടു. അങ്ങനെ ലാസ്റ്റ് ഒരു ദിവസം മൂപ്പര് ഞങ്ങൾ പറഞ്ഞല്ലോ സാറ് വരുമ്പോൾ പറഞ്ഞിട്ട് ഞങ്ങൾക്കൊന്ന് കാണണം, അത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം പുള്ളി പറഞ്ഞു സാറ് വന്നിട്ടുണ്ട്, നാളെ അവിടെ ഉണ്ടാവും പറഞ്ഞു. എപ്പോഴാണ് ഫ്രീ ആവുണ്ടാവുക? ഉച്ചയ്ക്ക് പോക്കാം, അതല്ല പുള്ളി ഉച്ചയ്ക്ക് അങ്ങനെ ഉറങ്ങുന്നില്ല പറഞ്ഞു.